മലയുടെ മേളിൽ പോയി സെറ്റിലാവാൻ നീ ആരാ അയ്യപ്പനാ? സാമേ നീ നിർത്തിക്കോ, കുറെ നേരമായി ചൂട് ചായ മൂത്തോട്ട് പറയാം. ഇത്രയ്ക്ക് കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ്റെ ഒരു സ്വപ്നം പറഞ്ഞതല്ലേ. നീ സംസാരിക്കരുത്. നീ കളിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം എന്നെ കൊണ്ട് സ്വപ്നം പറയിച്ചല്ലേ? അത് ഈ സാമ ചിരിക്കണ്ടപ്പോ ഞാൻ അറിയാണ്ട് ചിരിച്ചു പോയതല്ലേ. അല്ലാതെ എന്റെ സ്വപ്നം കേട്ട് ചിരിച്ചല്ല. ആ പറഞ്ഞില്ലേ, അവള് വലിയ മോഡേൺ ഒക്കെ അല്ലേ. അത് ഈ മലയുടെ മുകളിലൊക്കെ വന്ന് താമസിക്കോന്ന് ചിന്തിച്ചപ്പോ ഒരു സംശയം വന്ന ആൾക്കാർ ചിരിക്കുകയാണോ ചെയ്യാ? അല്ല പിന്നെ അവൾ എന്റെ കൂടെ വന്ന് താമസിക്കില്ല നിനക്ക് ഇത്ര ഉറപ്പ്? അവള് നിന്നോട് അങ്ങനെ പറഞ്ഞ ഇല്ല, ഇത് ശരിയാവില്ല. ഒന്നാമതെ ഞാൻ നിങ്ങളോടൊന്നും എന്റെ സ്വപ്നം പങ്കുവെക്കാനേ പാടില്ലായിരുന്നു. എന്റെ തെറ്റ്. എന്നാലും നിന്റെ എന്ത് സെറ്റപ്പാടാ അത്? മലയുടെ മേളിൽ വീട് വെക്കാന്നൊക്കെ പറഞ്ഞാല് എടാ പൊട്ട, ആദ്യം ഞാൻ തേങ്ങാക്കൊല ഉദ്ദേശിക്കുന്ന നീ ഒന്ന് മനസ്സിലാക്കി, എന്നിട്ട് ശരിക്കും. ഒരു മല, അതിന്റെ മേളിലൊരു വീട്. അങ്ങനെ മല അതിന്റെ പുറത്തൊരു വീട്, അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഹൈ റേഞ്ച് ആണ്, മനസ്സിലായി? ഹൈ റേഞ്ച് എന്ന് പറയുമ്പോൾ അങ്ങനെ വെറുതെ അവിടെ താമസിക്കുന്നല്ല. അവിടെ നല്ല ശുദ്ധവായു, ശുദ്ധമായ കാറ്റ്, ശുദ്ധമായ വെയില്. അവിടെ കൃഷിയൊക്കെ ചെയ്ത് ആപ്പിള്, പൈനാപ്പിള്, ഉരുളക്കിഴങ്ങ്, തക്കാളി, പൈൻ മരം, മുന്തിരി, അങ്ങനെയൊക്കെ. എടാ നമുക്ക് മാർക്കാം മുന്തിരിത്തോപ്പിലെ കഥയാണല്ലേ നീ ഇത്ര ഞങ്ങളടുത്ത് ഉദ്ധരിച്ചത്. അതിനാണ് നീ ഇത്ര അധികം ചുറ്റി വളഞ്ഞു വന്നേ. എടാ ലാലേട്ടാ സിനിമയില് താമസിക്കണം പോലെ താമസിക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത. അപ്പൊ നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടമായിരുന്നല്ലേ? പിന്നല്ലേ. പക്ഷേ എനിക്ക് എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാലേ, കോടീശ്വരനായിട്ട് ആ മലയിൽ പോയി താമസിക്കാനുള്ള നിന്റെ ഒരു മനസ്സുണ്ടല്ലോ, അത് ഞാൻ സമ്മതിച്ചു. എടാ അത് പണ്ട് മുതൽ അങ്ങനെയാണ്. ഈ ലാളിത്യത്തോടൊരു അഭിവാജ്ഞ. ഒരു ബാങ്ക് തുടങ്ങാനുള്ള കാശുണ്ടാക്കിയിട്ട് ലളിത ജീവിതം നന്നായിട്ടുണ്ട്. ഇതൊന്നും പിടിച്ചേ. അപ്പു അല്ല അപർണ പറഞ്ഞോ. അപ്പോ അത് തൊട്ടടുത്ത വീട്ടിലൊരു പശുവിൻ്റെ പേരാണ് അപ്പു. ഞാനുണ്ട്. ആ ഫ്രീ ആണ്. ആണോ? ആ പിന്നെ നിങ്ങൾ വിട്ടോ, അവക്ക് എന്നെ ഒന്ന് കാണണം. ആർക്ക്? അപർണയ്ക്ക്. പോടാ പൊടി. നെയ്യപ്പം അണ്ണാക്കി തള്ളി കൊടുക്കും. ഇവന്റെ പോക്ക് കണ്ടിട്ട് ഇന്ന് തന്നെ മലയിൽ സെറ്റിൽ ആവുന്ന തോന്നണേ. ഈ ബൈക്ക് ആരോടിക്കും? നീ. ഞാനാ? ഇതറിയില്ല. ഇതിനകത്ത് ഇങ്ങനെ ഗ്രീൻ ടീ ഇട്ടിട്ട് മുക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പവർ ആയിരിക്കും. നീ ഗ്രീൻ ടീ കുടിക്കില്ലല്ലോ. കുടിക്കുമ്പോ യൂസ് ചെയ്യാലോ, ഇപ്പൊ കുടിക്കണ്ട. അല്ലെങ്കിൽ നമ്മള് സ്വന്തമായിട്ട് ഫ്ലാറ്റ് മേടിക്കുമ്പോ ഇങ്ങനെ ഷോക്കേസ് വെക്കാം, നല്ല രസല്ലേ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഷോക്കേസ് ഉണ്ടാവും, ഫ്ലാറ്റ് ഉണ്ടാവില്ല. പരിഹാരം ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞ മുഴുവൻ സമ്മതിച്ചിവിടെ ഇരുന്നോ? സമ്മതിക്കാൻ പറ്റാത്തവരും ഞാൻ പറഞ്ഞിരിക്കും. ഈ കാണുന്ന മുഴുവൻ കഴിഞ്ഞ 1 മാസം കൊണ്ട് നീ ഓൺലൈൻ ഷോപ്പ് ചെയ്തതാ. ഓക്കെ, പെർഫ്യൂംസും ഗാഡ്ജറ്റ്സും എത്ര ഷെയ്ഡ്സ് ആവി നിനക്ക്? ഇതിലൊന്നും തൊട്ടിട്ട് പോലും ഇല്ല. എഴുതി എനിക്ക് വേണ്ടി മേടിച്ച് മാത്രമല്ല അവന്മാർക്ക് മേടിച്ചുകൊണ്ട്. അവന്മാർക്ക് മേടിച്ചതാണെങ്കിലും പൈസ ആരുടെ പോണത്? നിന്റെ പൈസ തന്നെയല്ലേ പോണത്? ഇതൊക്കെ നമ്മുടെ സേവിങ്സിനാ പോണേ. ഓക്കെ, പൈസ അവന്മാർക്കും കൂടി നല്ലതിന് വേണ്ടിട്ടാവി ഞാൻ ഈ പറയണത്. അവർക്കും ഇൻഡിപെൻഡന്റ് ആവണ്ടേ? നീ എത്ര നാൾ അവർക്ക് ഈ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തോണ്ടിരിക്കും? അവരൊരു സ്റ്റാൻഡിലാവട്ടെ. നീ പറയുന്നത് കറക്റ്റ് ആണ്. പക്ഷേ ഞാൻ എനിക്ക് എന്തെങ്കിലും മേടിക്കുമ്പോ അവന്മാർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ? അച്ചോ, ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി അവി ഒരു സാധനം ഞാൻ അറിയാണ്ട് വാങ്ങിക്കാൻ പോണില്ലല്ലോ. നന്നായി, വണ്ടർഫുൾ. അതെ, നല്ലൊരു ഫ്ലാറ്റ് ഒക്കെ വാങ്ങിച്ച് അത്യാവശ്യം നല്ല സേവിങ്സ് ഒക്കെ ആയതിനു ശേഷം നീ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചോ. ആർക്കാന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പത്തേക്ക് മൂക്കിൽ പല്ല് മുളയ്ക്കും. പിന്നെ ഇതൊക്കെ എന്തിനാണ്? മൂക്കി പല്ല് വന്നാലും ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നീ ഇതൊന്നും മേടിക്കരുതെന്ന് പറഞ്ഞതില് എനിക്ക് സങ്കടമൊന്നും വന്നിട്ടുണ്ട്. അതോടെ നീ വിഷമിക്കരുത്. അച്ചോ, എനിക്ക് സങ്കടമൊന്നും ആയില്ല. പിന്നെ അവയ്ക്ക് ഇത്തിരി വിഷമമായാലും കുഴപ്പമില്ലെന്ന് വെച്ചെന്നെ ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോ ഇത്തിരി വിഷമമായാലും ഞാൻ ഈ പറഞ്ഞതൊക്കെ നന്നായെന്ന് നാളെ നീ തന്നെ പറയും. നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞത് ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം. ഞാൻ പോവാം. ഹലോ സർ, ഒരു പാഴ്സലുണ്ട്, ഒന്ന് സൈൻ ചെയ്യും. ഓക്കെ സർ, താങ്ക് യു.
എൻ്റെ ടൈമിങ്. ഈ ഓൺലൈൻ പരിപാടി ഉടനെ നിർത്തലാക്കണം. അതെ അതെ, ഇത് സാറ് ഓർഡർ ചെയ്താണ്. ഇതെന്റെ ഓഫീസിൽ അത്യാവശ്യത്തിന് വേണ്ടി വാങ്ങിയതാ. ആ, അത്യാവശ്യമായിരിക്കും. സാർ ഓർഡർ ചെയ്ത് അത്യാവശ്യമായിരിക്കും. സത്യമായിട്ടും ആ, എനിക്കറിയാലോ. ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ സെലക്ട് ആയി. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. അപ്പു, നീ വിളിച്ചത് എന്തിനാണെന്ന് എനിക്കറിയാം. നീ അടിപൊളിയാണ്, നീ സൂപ്പറാണ്, നീ അതിമാരക. ദീപു, എനിക്ക് ടെൻഷനൊന്നുമില്ല, ഞാൻ കൂളാണ്. ആണോ? ഗുഡ് ഗുഡ്. ഹലോ, ഒരു നല്ല കലാകാരിക്ക് എന്തിനല്ലേ ടെൻഷൻ? അതെ, ദീപു കഥ എഴുതുമ്പോൾ ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? ഞാനങ്ങനെ ടെൻഷൻ, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലേ ഞാൻ അവസാനമായി ടെൻഷൻ അടിച്ചത് ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 2006. അപ്പൊ ഈ റൈറ്റേഴ്സ് ഒക്കെ എഴുതുമ്പോൾ ഭയങ്കര ടെൻഷനും സ്ട്രെസ്സോടുകൂടി ഒക്കെ എഴുതാറുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഞാനത് കേട്ടിട്ടുണ്ട് കേട്ടോ. അവർക്ക് എന്തിനാണോ അങ്ങനെ ചെയ്യുന്നത്? എനിക്കൊന്നേ, അവർ ഞാൻ കാണുന്ന വേറൊരു ജാലകത്തിലൂടെയാണ് അവർ എഴുത്തിനെ കാണുന്നത്. ഞാൻ ഈയിടെ ഒരു ഹൊറർ സ്റ്റോറി ഒക്കെ എഴുതിയിട്ടേ ചിരിച്ചിരിച്ചിട്ട് അയ്യോ. കൂളായ റൈറ്റർ ആണല്ലോ. അതെ അതെ, സാധാരണ റൈറ്റേഴ്സ് ചിരിക്കാറ് പോലും ഇല്ല. അത് ആക്ച്വലി എൻ്റെ ചിരിയെ പറ്റി കൂട്ടുകാരനൊരു കവിത പോലും എഴുതിയിട്ടുണ്ട്. അത് കൊള്ളാലോ. ഏതാ കൂട്ടുകാരൻ? അല്ല, അങ്ങനെ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരനല്ല, ഒരാളൊരു തപാൽ വഴി എഴുതി അയച്ചാണ്. അതേതാണ്? എനിക്ക് ഇൻട്രസ്റ്റ് ആയി. കവിത ഏതാന്നൊന്ന് പറയോ? കവിത വായിക്കാൻ വേണമല്ലേ? ഒരാഴ്ച ടൈം തരും എനിക്ക്. അതൊന്ന് സെറ്റ് ചെയ്യാൻ, ഒന്ന് പരത്തി എടുക്കണ്ടേ? അതാണ്. അയാള് പറഞ്ഞ കറക്റ്റാ. ദീപുടെ ചിരിയാണ് നല്ല രസാ. ആണോ? അങ്ങനെയാണെങ്കിലേ അയാൾ അടുത്ത കത്തിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞത് എന്താണെന്നറിയോ? അയാൾ ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ ഈ കരിയറൊക്കെ കഴിഞ്ഞിട്ട്, തിരക്കൊക്കെ കഴിഞ്ഞിട്ടേ ഏതെങ്കിലും ഒരു ഹൈ റേഞ്ചിൽ പോയിട്ട് സെറ്റിൽ ആയിക്കൂടെ? അവിടെ ശുദ്ധമായ വായുവും വെള്ളവും കൃഷിയൊക്കെ ചെയ്യാലോ. പിന്നെ അവിടെ ആകുമ്പോൾ എഴുതും ചെയ്യാം. എന്നിട്ട് ദീപു എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറഞ്ഞാണ്? ഗസ്. പറ്റില്ല എന്ന് പറഞ്ഞാണ്. ഈ സിറ്റി ലൈഫൊക്കെ വിട്ടിട്ട് പട്ടിക്കാട്ടിൽ പോയിട്ട് ദീപു ജീവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. സപ്പോസ് ഇപ്പോൾ അയാൾ ഇതേ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അപ്പു എന്ത് പറയും? അപ്പോ അപർണയുടെ ഒരു അഭിപ്രായം എന്തായിരിക്കും? അയ്യോ, ഞാനില്ല. വെക്കേഷനൊക്കെ ഹൈ റേഞ്ച് അടിപൊളിയാണ്. സിറ്റി ലൈഫ് എനിക്കിഷ്ടമുള്ളൂ. ട്രാഫിക് ബ്ലോക്കും പൊടിയൊക്കെ ആണെങ്കിലും മെട്രോ ലൈഫാ കൂടുതൽ ഇഷ്ടം. ദീപുനോ? എനിക്ക് പിന്നെ സിറ്റി ലൈഫ് ഭയങ്കര ഇഷ്ടമല്ലേ. ഞാനിപ്പം നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാലും എനിക്കവിടെ ഉറങ്ങാൻ പറ്റൂല. എന്നിട്ട് ഞാൻ വണ്ടിയൊക്കെ വിളിച്ചിവിടെ എത്തിപ്പെടാൻ പെടുന്ന പാടെന്താ അറിയോ? എന്നിട്ടേ ഉറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. ഹായ് വിനയ്. നീ ഉണ്ടായിരുന്നു ഇവിടെ? ഇത് ദീപു, റൈറ്ററാണ്. ഹലോ സർ, ഈ പടത്തിന്റെ റൈറ്ററാണോ? ഈ പടത്തിന്റെ അല്ല, അനൗൺസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ, നമ്മളൊക്കെ ഓർക്കണം കേട്ടോ. ഓർക്കും, ഞാനങ്ങനെ മറക്കാറില്ല. ദീപു ലേറ്റായി, അപ്പൊ ഞാൻ കയറട്ടെ? ആണോ? എടോ, ഞാനും ഉണ്ട് നെക്സ്റ്റ് റൗണ്ടിലേക്ക്. അപ്പൊ നമുക്ക് ലൈൻസ് ഒക്കെ ചെക്ക് ചെയ്യാം. ഷുവർ. അപ്പൊ ശരി സർ, കാണാം. എടാ, നീ ഇവിടെ ഉണ്ടാവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. DIG തളരരുത്. തളരില്ല, ഇല്ല, പോരാടണം, ആടും ഞാൻ.